ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISLലെ ചില ക്ലബ്ബുകൾ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. ഇന്റർകാശി അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. ഇപ്പോഴിതാ മുഹമ്മദൻ SCയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടി ലഭിച്ചിട്ടുണ്ട്. അവരും വലിയ പ്രതിസന്ധി ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. നേരത്തെ സാമ്പത്തിക പ്രതിസന്ധി അവർ അനുഭവിച്ചിരുന്നു. സാലറി ലഭിക്കാത്തത് കൊണ്ട് തന്നെ താരങ്ങൾ ട്രെയിനിങ് മുടക്കുകയും ചെയ്തിരുന്നു. ട്രെയിനിങ് ബഹിഷ്കരിച്ചു. അതിന് സമാനമായ സംഭവം ഒരിക്കൽ കൂടി ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിക്കൊണ്ട് ഇപ്പോൾ മുഹമ്മദൻ SC താരങ്ങൾ ട്രെയിനിങ് നടത്തുന്നില്ല. ട്രെയിനിങ് അവർ ബഹിഷ്കരിച്ചു എന്നുള്ള കാര്യം ഖേൽ നൗ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് താരങ്ങൾക്കും സ്റ്റാഫുകൾക്കും സാലറി ലഭിച്ചിട്ട് ഇപ്പോൾ കുറച്ചധികം കാലമായി. ഈ സീസണിൽ അവർക്ക് സാലറി ലഭിച്ചിട്ടില്ല എന്നാണ്, പ്രത്യേകിച്ച് ISL ആരംഭിച്ചതിന് ശേഷം അവർക്ക് സാലറി ലഭിച്ചിട്ടില്ല എന്നാണ് ഖേൽ നൗ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ താരങ്ങൾ എല്ലാവരും ഇപ്പോൾ ബഹിഷ്കരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ട്രെയിനിങ് അവർ ഇപ്പോൾ നടത്തുന്നില്ല, ട്രെയിനിങ്ങിൽ അവർ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും കഴിഞ്ഞ മത്സരത്തിൽ ഡൽഹിയെ സമനിലയിൽ തളക്കാൻ മുഹമ്മദൻ SCക്ക് കഴിഞ്ഞിരുന്നു. അതിനുശേഷമാണ് അവർ ബഹിഷ്കരണം നടത്തിയത്. മുഹമ്മദൻ SCയുടെ അടുത്ത എതിരാളികൾ അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. മെയ് 10-ാം തീയതിയാണ് ഈ മത്സരം നടക്കുക. അതിനു മുന്നേ മുഹമ്മദൻ SC ഇത് പരിഹരിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. നിലവിൽ റെലഗേഷൻ സോണിൽ ഉള്ള ടീമാണ് മുഹമ്മദൻ SC. ഇത്തവണ ISLൽ നിന്നും റെലഗേറ്റ് ആവാൻ പോകുന്ന ടീം അത് മുഹമ്മദൻ SC ആണ് എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ റെലഗേഷൻ ഒഴിവാക്കണമെങ്കിൽ അവർക്ക് മികച്ച രൂപത്തിലുള്ള തയ്യാറെടുപ്പുകളും അതുപോലെ തന്നെ വിജയങ്ങളും ആവശ്യമാണ്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി ആയതുകൊണ്ട് തന്നെ താരങ്ങൾ ഇപ്പോൾ ട്രെയിനിങ് പോലും നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അവിടെ കൂടുതൽ വഷളാവുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.